ഓവർസീസ് ഇന്ത്യ കൾച്ചറൽ കോൺഗ്രസ് അഥവാ OICC, ഇൻഗാസ് ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് ആർട്ട് സൊസൈറ്റി, ഇതെല്ലാം കോൺഗ്രസിന്റെ പ്രവാസി സംഘടനകളാണ്. അതായത് പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള സംഘടനകൾ. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ ചുവയുള്ള പാർട്ടികൾ അവിടെ പ്രവർത്തിക്കാൻ പാടില്ലാത്തത് കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതുപോലെ ചില സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ തട്ടിക്കൂട്ടാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാത്ത സമയത്തും പണത്തിനൊക്കെ ആവശ്യം വന്നാൽ ഇവരെല്ലാം സൂത്രത്തിൽ അവിടെ ചെന്ന് അത്യാവശ്യ ചെലവ് കാശ് പിരിച്ചുകൊണ്ടുപോരും. OICCയുടെയും ഇൻഗാസിന്റെയും UAE ഇപ്പോഴത്തെ പ്രസിഡന്റിനെ 2024 ജൂൺ മാസത്തിലാണ് കോൺഗ്രസിലെ ഒരു മൂത്ത നേതാവിന്റെ നിർബന്ധത്താൽ നിയമിച്ചത്. 2025 ഏപ്രിൽ മാസം 20-ാം തീയതി ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമായിരുന്നു. ദുബായിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്ന് കുറേയധികം കോൺഗ്രസ് നേതാക്കന്മാർ എത്തിയിരുന്നു. സ്വന്തം തെരഞ്ഞെടുപ്പിൽ ജീവൻ വരെ പണയപ്പെടുത്തി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിച്ച സാധാരണക്കാരന്റെ വിവാഹ ചടങ്ങുകളിൽ വിളിച്ചാൽ എത്താൻ വിമുഖത കാണിക്കുന്ന നേതാക്കന്മാരാണ് ദുബായിൽ മറന്നെത്തിയതെന്ന് ഓർക്കണം. ഇവിടുത്തെ വിഷയം അതല്ല. അതെന്തോ ആവട്ടെ, വധു മലയാളിയാണെങ്കിലും വരൻ ഒരു പാകിസ്ഥാനിയാണ്. അതിൽ പങ്കെടുക്കുവാൻ കേരളത്തിൽ നിന്നെത്തിയ പ്രധാന വ്യക്തി മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയാണ്. ഒരു പാകിസ്ഥാൻകാരന്റെ വിവാഹത്തിൽ പങ്കെടുക്കത്തക്ക രീതിയിലുള്ള എന്ത് ബന്ധമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്? സുഹൃത്തുക്കളുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അത് അന്യജാതിയിൽ നിന്നോ അന്യ രാജ്യത്ത് നിന്നോ എവിടുന്നോ ആയിക്കോട്ടെ, ആ കാര്യങ്ങളിൽ നമ്മൾ വേർതിരിവ് കാണിക്കാറില്ല. എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് വർഷങ്ങളോളം ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾക്ക് ഒരു പാകിസ്ഥാനിയുടെ വിവാഹ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പോകണമായിരുന്നു. അല്ലാതെ വിളിച്ച ഉടനെ ചാടിക്കയറി പോകരുതായിരുന്നു. ശത്രു രാജ്യമായ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ വിവാഹത്തിന് രമേശ് ചെന്നിത്തല പങ്കെടുത്തതിലെ ദുരൂഹത അത് പുറത്തു കൊണ്ടുവരണം. 2025 ജനുവരി 1-ന് ശേഷം എത്ര പ്രാവശ്യം ഇദ്ദേഹം ദുബായ് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഒന്ന് അന്വേഷിക്കണം. കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ 2025 ഏപ്രിൽ 1 മുതൽ നാളിതുവരെ രമേശ് ചെന്നിത്തല എത്ര പ്രാവശ്യം ദുബായിലെത്തി ഇയാളുടെ അതിഥിയായി താമസിച്ചിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ടതാണ്. ഒരു സാധാരണ വ്യവസായിയായ ഇയാളുമായി രമേശ് ചെന്നിത്തലയ്ക്കുള്ള വഴിവിട്ട ബന്ധങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ കേരളത്തിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ദുബായിൽ പോയി എന്ത് മലമറിക്കുന്ന പണിയാണ് ചെയ്യുന്നതെന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്കും ഭരണകൂടങ്ങൾക്കും ചുമതലയുണ്ട്, ഇല്ലേ? കാശ്മീരിലെ ഭീകര ആക്രമണത്തിന് തൊട്ടു മുൻപ് ചെന്നിത്തല തുടരെ ദുബായ് സന്ദർശിച്ചത് തീർച്ചയായും അന്വേഷിക്കണം. ഇയാളുടെ വിദേശ ഇടപാടുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് മുഴുവൻ രമേശ് ചെന്നിത്തലയുമായി ചേർന്നുള്ളതാണെന്ന് ആരെങ്കിലും സംശയിക്കാതിരിക്കാൻ അന്വേഷണം നടത്തണം. സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീത ആയിരിക്കണമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ അടിക്കടി ദുബായിൽ പോകുന്ന ചെന്നിത്തലയും സംശയങ്ങൾക്ക് അതീതയായിരിക്കണം. ഒരു വിവാഹത്തിന് ചെന്ന് പങ്കെടുത്തു തിരിച്ചു പോന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്നാൽ വിവാഹത്തിന് മുൻപും പിൻപും പലവട്ടം അടുപ്പിച്ചടുപ്പിച്ച് ചെന്നിത്തല ഇയാളെ സന്ദർശിച്ചത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അവിഹിതമായ എന്തൊക്കെയോ ദുബായ് കേന്ദ്രീകരിച്ച് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ നടക്കുന്നുണ്ടെന്നാണ് ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പല മലയാളികളും പങ്കുവയ്ക്കുന്നത്. അതും സംശയമായതുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല, കൂടെ ഇയാളെ ചെന്നിത്തല സന്ദർശിക്കുന്നതും പാകിസ്ഥാൻ പൗരൻ ആയിട്ടുള്ള വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കശ്മീരിൽ നടന്ന തീവ്രവാദി ആക്രമണവും ജനത്തിന്റെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പിണറായി സർക്കാർ മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇത് അന്വേഷിക്കണം.